Good afternoon to all. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. How are you, ma'am? How you? How is going? Always good. Super happy. Okay. Okay. So active ആണെന്നല്ല അവരും കുറച്ച് ആക്റ്റീവ് ആണെന്ന് തോന്നുന്നല്ലോ ആണോ? സംസാരിക്കുന്നു. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് റിപ്പോർട്ട് സ്പീച്ച് ആണ് എടുത്തത് അല്ലെ? റിപ്പോർട്ട് സ്പീച്ച് ക്ലിയർ ആണല്ലോ, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു അറിയാം അല്ലെ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ഓക്കെ, അത്യാവശ്യം കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ ക്ലാസ്സിൽ. പൊതുവെ ഇത്രയും പേര് ഉണ്ടാവാറില്ലല്ലോ. ഓക്കെ, അപ്പോ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മള് ഒരു ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസ് ആക്കാം എന്നാണ് നോക്കുന്നത്. ടെൻസ് വൈസ് എല്ലാവരും ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിലും ആക്റ്റീവ് വോയിസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഞാനിപ്പോ ഒരു ആക്റ്റീവ് വോയിസ് നിങ്ങൾക്ക് തരാണെങ്കിൽ നിങ്ങൾക്ക് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ പാസീവ് വോയിസ് തന്നിട്ട് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം, അതും ഓരോ ടെൻസിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വെറുതെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ടെൻസ് വൈസ് ആണല്ലോ പോണത്. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കേട്ടോ. ഒബ്ജക്റ്റ് ആണ്, അതായത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ്. ഓക്കെ, അതാണ് main difference. Okay, difference between active and passive voice. Okay, subject is more important than passive voice in active voice. Okay, ഇവിടെ simple present tense ഓരോന്നിനും ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ ടെൻസിൽ പഠിച്ച പോലെ ഇവിടെയും ഓരോന്നിനും ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ആ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്, പാസീവ് വോയിസിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസില് ഇപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഹി പ്ലേസ് ക്രിക്കറ്റ്. നിങ്ങൾക്ക് ആ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വേർബ് ആണ്. There is no auxiliaries. Okay, so then we can without some simple present tense. Then അതിനെ നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? ഓക്കെ, എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? അത് സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് is, am, are plus V3 plus Y plus subject. Okay, he plays cricket എന്ന് പറയുന്ന സെന്റൻസില് ഒബ്ജക്ട് ഏതാണ്? he plays cricket. സബ്ജക്റ്റില് ഒബ്ജക്ട് ഏതാണ്? which is an object in the sentence? Cricket. cricket ആണ്. so first cricket എഴുതാം. okay, cricket. ഇനി cricket എന്ന് പറയുന്ന വേർഡ് singular or plural? Singular. Singular. Okay, so simple present tense ആയതുകൊണ്ട് present tense ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യണം? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഓക്സിലറി ആണ് എഴുതുക? Is, am or are. അതില് സിംഗുലർ സബ്ജക്റ്റിന് കൂടെ വരുന്ന ഓക്സിലറി ഏതാണ്? Is. Is ആണ്. Yes. So cricket is. ഇനി play ആണ് അല്ലെ?
he plays cricket എന്ന് പറയുന്ന സെന്റൻസിൽ വെർബ് പ്ലേ ആണ്. ഓക്കെ, അപ്പോ സോ പ്ലേയുടെ V3 ഫോം എടുക്കണം. ഏതാണ്? പ്ലേഡ് ആണ്. പ്ലേഡ്. ഇനി ആരാണ് ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട്? ഏതാണ്? ഹി ആണ് അല്ലെ? ഹി. അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോ ഹിം ആയിട്ട് മാറും. അപ്പോ ബൈ ഹിം. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്ന് വരും. ക്ലിയർ? മനസ്സിലായോ? ഇതിന്റെ മലയാള മീനിങ് വരുന്നത് എന്തോ? മലയാള മീനിങ് വരുന്നത് എങ്ങനെയാണ്? മലയാളം നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോ അവനാൽ ക്രിക്കറ്റ് കളിക്കപ്പെട്ടു എന്ന് വരും. അവൻ ക്രിക്കറ്റ് കളിച്ചു എന്നാണ് ആക്റ്റീവ് വോയിസ് എങ്കിൽ, പാസീവ് വോയിസ് അവനാൽ ക്രിക്കറ്റ് കളിക്കപ്പെട്ടു. ക്രിക്കറ്റ് അവനാൽ കളിക്കപ്പെട്ടു എന്നായിരിക്കും വരാം. അതുകൊണ്ട് മലയാള മീനിങ് നോക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കേൾക്കുമ്പോ ഒരു സുഖമില്ലായ്മ തോന്നുക മലയാളം കേൾക്കുമ്പോൾ. ഓക്കെ, നമുക്കൊരു എക്സസൈസ് ചെയ്യാം. She draws a picture. She draws a picture. ഇത് നമ്മളെന്താ പാസീവ് വോയിസിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങള്. She draws a picture. ചേഞ്ച് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാട്ടോ ആൻസർ. She draws a picture. She draws a picture എന്ന് പറയുന്ന സെന്റൻസില് ഒബ്ജക്ട് ഏതാണ്? ഫസ്റ്റ് ഒബ്ജക്ട് ഏതാ? ഒബ്ജക്ട് എഴുതുമ്പോ അതിന് കൂടെയുള്ള ആർട്ടിക്കിൾ അടക്കം എഴുതണം കേട്ടോ. ആർട്ടിക്കിൾ പോർഷൻ ഞാൻ എടുത്തിട്ടില്ല അല്ലെ, അതൊരു ദിവസം എടുക്കാം കേട്ടോ. ആർട്ടിക്കിൾ She draws a picture എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് a picture is drawn by her. Correct ആണ്. A picture is drawn by her. ഏതിന് യൂസ് ചെയ്യണം കേട്ടോ? A picture. A picture is drawn by her. ആർട്ടിക്കിൾ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് they eat mangoes. They eat mangoes. They eat mangoes. Yeah, 11:18. Shawarma next to you, dog. ഇവിടെ ഈച്ച് മാംഗോസ് എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ ആർ യൂസ് ചെയ്യണം. ഈറ്റിന്റെ വിത്രിക് ഫോം മാംഗോസ് ആർ ഈറ്റൺ ബൈ ഹിം. സോറി ദേ ആയതുകൊണ്ട് ദമ്മായി മാറും. മാംഗോസ് ആർ ഈറ്റൺ ബൈ ദം. ഓക്കെ, നെക്സ്റ്റ്
letters. I write letters. Letters are written by me. Yes, letters are written by me. Correct. Apo, simple present tense clear aayalo. Okay, then we move on the next tense is the present continuous. Present continuous tense structure is object plus is are plus being plus be3 plus by plus subject. Okay. ഇവിടെ നമുക്ക് ഒരു ബീങ് ആഡിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബീങ് ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. She's singing a song. ഇവിടെ ഒബ്ജക്ട് ഏതാണെന്ന് നോക്കാം. then സെയിം തന്നെയാണ്. ഓക്സിലറി ഏതാണ്, അതിനുശേഷം ഒരു ബീയിങ് വരണം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ആൻസർ. First object, then auxiliaries, then be, then verb in the third form, then by subject. That's all. Okay. So let's check in the right answer. A song is being sung by Kim. Yeah, correct. They are playing football. They are playing football. Football is being played by the. Football is being played by the. Okay. She is reading books.
She is reading books. She is reading books എന്നാണ് കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾ ഒന്നുമില്ല കേട്ടോ. Books are being read by her. Books are being read by her. Yeah. So ആ ടെൻസും ക്ലിയർ ആണ്, മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ആരാണ് വരാ? ഷർമ്മ ബുക്സ് അല്ലേ? ഷീസ് റീഡിങ് ബുക്സ് എന്നാ പറയാ. അപ്പൊ ഒബ്ജക്റ്റീവ് ബുക്സ് ആണ്, നോട്ട് ബുക്ക്. അവിടെ ബുക്ക് അല്ല, ബുക്സ് ആണ്. അപ്പൊ ബുക്സ് ആർ അല്ലെ? ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളിവിടെ ആർ ആണ് യൂസ് ചെയ്യുക. ബുക്സ് ആർ ബീങ് റെഡ് ബൈ ഹർ എന്നാ പറയാ കേട്ടോ. We are eating oranges. We are eating oranges. We are eating oranges. എന്ന് പറയുന്നു. Oranges are being eaten by us. Yes, oranges are being eaten by us. Okay, clear Anna? Then moving on to the next tense, present perfect. Present perfect object plus have or have plus be plus be3 plus by plus subject. Has or have നമ്മുടെ auxiliaries ആണ്. മറ്റേ ടെൻസിലൊക്കെ നമ്മൾ auxiliaries ആണ് നോക്കിയെങ്കിൽ ഇവിടെ modal verb ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ have ആണ്, perfect അല്ലേ? Then being add ചെയ്യണം, not being add ചെയ്യണം. Okay, try ചെയ്ത് നോക്കാം. He has returned a book. He has returned a book. He has returned a book. എങ്ങനെയാ വരാ?
He has written a book. മാം ഇതിന്റെ ഫോം എങ്ങനെയാണ്? ഞാൻ ക്ലാസ് മിസ്. Oh, yeah. Object plus or have plus being. B-double-E-N. Being plus then same then B3 plus by plus subject. മനസ്സിലായില്ല. Yeah, still not know. Object plus has or have plus being plus B3 plus by plus subject. Okay, clear? Okay, ma'am. He has written a book. Another change in your passive voice letter. A book has been written by him. A book has been written by him. Yeah, correct. Then so they have on it. They have eaten mangoes. They have eaten mangoes. They have eaten mangoes. Yeah, mangoes have been eaten by the. Yeah, mangoes have been eaten by the. Correct. ഇതില് ആക്റ്റീവ് വേഴ്സിൽ നമുക്ക് പെർഫെക്റ്റ് വരെയുള്ളൂ കേട്ടോ. കണ്ടിന്യൂസിലേക്ക് പോകുന്നില്ല. only perfect. Continuous ഇല്ല, perfect continuous ഇതെല്ലാം പെർഫെക്റ്റ് വരെയുള്ളൂ കേട്ടോ. ഓക്കെ, സോ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ. കുറച്ച് ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാം. എഴുതി വെക്കാട്ടോ, ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എഴുതി വെക്കാം. He makes a cake
She's delivered the letters. Reporters write news reports. Mira is baking a brownie. We lock the door. She stares at the car. She reads the letter. They fill on, not full. They fill the forms. They are under the chairs. They open the shop. We are drawing the pictures. She's cooking dinner. They have made biryani. We have finished the homework. She has cleaned the room.
have met the manager. I'm saying yes all. I have read the game. She's making coffee. I'm writing a novel. Novel aane. I'm writing a novel. Okay. Three sentence passive voice ലേക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ശേഷം പറയാം.
Very finished. Yeah, environment. Yes. Yes. Okay. Okay, ആരൊക്കെ പ്രിപ്പയർഡ് ആണ്? അറിയൂ? ഷീന പ്രിപ്പയർഡ് ആണ്, ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ റിമൈൻഡ് ചെയ്തിട്ട് പറയാൻ മാത്രം ഇല്ല മാഡം. എന്തോ പ്രിപ്പയർഡ് എന്ന് പറയാൻ മാത്രം ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അതിനെ പറ്റി പറഞ്ഞു നോക്കി. തന്നെ കിട്ടണില്ല പറഞ്ഞിട്ട്. നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ. റംഷീന ആൻഡ് ശാലിനി രണ്ടുപേരും മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങള്? ആൻസി, ഷഹമ, സുഹാന എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, കഴിയുമ്പോ പറയൂട്ടോ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, റംഷീന അതിനുശേഷം സംസാരിച്ച പോരെ? മാഡം പറഞ്ഞപ്പോ പറഞ്ഞതാണ്. സംസാരിക്കാൻ പറഞ്ഞപ്പോ കൈയൊക്കെ വിറക്കുന്നുണ്ട്. ആണോ? അതൊക്കെ മാറ്റാറുണ്ട്. ഇതിനെ പേടിക്കുന്നേ. ഓക്കെ, സുഹാന കഴിഞ്ഞു. ഈ ഷഹമ ആൻഡ് ആൻസി രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് എഴുതാം, നമുക്ക് അതിന്റെ ആൻസേഴ്സ് പറയാം. അതിനുശേഷം ടൈം കിട്ടാൻ ചാൻസ് ഇല്ല റംഷീന. ഞാനും വിട്ടുപോയി, ടോപ്പിക്ക് തന്ന കാര്യം വിട്ടുപോയി ഞാൻ, സത്യം പറയാനോ മറന്നുപോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എൻവിറോൺമെന്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ എൻവിറോൺമെന്റ് എങ്ങനെയാണ് എന്നും പണ്ടത്തെ എങ്ങനെയായിരുന്നു എന്നും പറയും അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നല്ലതിനാണോ അല്ലെ? നമുക്ക് പറയാം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ട ഒരു പോയിന്റ്, ശരിക്കും ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്കൊരു ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കാൻ ഓക്കെയാണോ? ആണോ എല്ലാവരും? ക്ഷമ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ടെൻഡൻസ് തന്നിട്ടുണ്ടോ? ഓക്കെ ആണല്ലോ, ശരിയാണല്ലോ. ഞാൻ ക്ലാസ്സിൽ വിട്ടുപോകട്ടോ, കാരണം ഒരുപാട് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓർത്ത് വെക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോ. ഓക്കെ, അപ്പോ നമുക്കതും പറയാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ പറയാം നമുക്ക്. ഹി മേക്സ് എ കേക്ക്. ഹി മേക്ക് അല്ല, ഹി മേക്സ് ആണ് കേട്ടോ. ഹി മേക്സ് എ കേക്ക് എന്ന് പറയുമ്പോ എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ഹിം. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാൻ, നിങ്ങൾ ചെക്ക് ചെയ്യാൻ, നിങ്ങൾ ഇത് കറക്റ്റ് ആണോ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പറയാം നമുക്ക്. A cake is made by him. Then she is delivering the letters. The letters are being delivered by her. Then reporters write news reports. New reports are written by reporters. Okay. News reports are written by reporters. Meera is baking a brownie. A brownie is being made by Meera. Sorry, baked by Meera. A brownie is being baked by Meera. We lock the door. The door is locked by us. She sells the car. The car is sold by her. Sold by her. He mails the letter. The letter is mailed by him. Then they fill the forms. The forms are filled by them. They arrange the chairs. The chairs are arranged by them. They open the shop. The shop is opened by them. We are drawing the pictures. The pictures are being drawn by us.
She is cooking dinner. Dinner is being cooked by her. They have made biryani. Biryani has made by them. They have finished homework. Homework has finished by us. She has cleaned the room. The room has cleaned by her. I have met the manager. The manager has met by me. I'm singing a song. A song is being sung by me. I have played the game. The game has played by me. She's making coffee. Coffee is being made by her. Made on top. Coffee is being made by her. I'm writing a novel. A novel is being written by me. Clear ആണോ? Okay ആണല്ലോ? സ്പീഡ് കൂടിയോ? ഓക്കെ മാം. Okay ആണ്. Yes. മാം ഒരു ഡൗട്ട്. ഷി ഹാസ് ക്ലീൻഡ് ദ റൂം എന്നുള്ളത് ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ് ബൈ ഹർ എന്നല്ലേ? ബീൻ ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ഹാസ് കൊണ്ടത് ബീൻ ഉണ്ട്. അത് മാം പറഞ്ഞിട്ടില്ലേ? ഞാനും പറഞ്ഞില്ല. The room has been cleaned by her ആണ് വരാ. The room has been cleaned by her. അതുപോലെ we have finished the homework. Homework has been finished by us. Been ഉണ്ട് എല്ലാവർക്കും. I have met the manager. Manager has been met by me. They have made biryani. Biryani has been made by us. Yeah. Okay. ഇനി നെക്സ്റ്റ് സുഹാന അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയൂ. നിനക്ക് എത്ര നേരം കാത്തിരിക്കാൻ പറ്റും? നിനക്ക് എത്ര നേരം കാത്തിരിക്കാൻ പറ്റും? എത്ര നേരം എന്ന് ചോദിക്കുമ്പോ How long can you wait? How long can you wait? നിനക്ക് എത്ര നേരം കാത്തിരിക്കാൻ പറ്റും? How long can you wait? പറ്റും എന്നാ ചോദിച്ചത്. അപ്പൊ can ആണ് വരാ. How long can you wait? Yes. Next. നിനക്ക് എത്ര ദൂരം പോകാൻ പറ്റും? നിനക്ക് എത്ര ദൂരം പോകാൻ പറ്റും? How long can you go? How long ആണ് എത്ര ദൂരം എന്ന് ചോദിക്കുമ്പോ far. How far? How far can you go? How far can you go? Yes. Next. അവൾക്ക് എത്ര നന്നായി പാടാൻ പറ്റും? How well can she sing? How well can she sing? Correct. How well can she sing? Next. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? How long I saw you? How long I saw you? How long since I met? How long since I met? How long since I met? How long since I met you? How long since I met you? Okay. Next. ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. I was thinking about you. I was thinking about you. Okay. അത് എന്നെ ചിന്തിപ്പിച്ചു. It got me thinking. ചിന്തിപ്പിച്ചു. It made me think. It made me think. Made ആണ് വരാ. Made. It made me think. Then. ഞാൻ അവളെ കരയിപ്പിച്ചു. I made her cry. I made her cry. Then. പുറത്ത് കളിക്കരുത്. Don't play outside. Don't play outside. ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? What did you learn today? What did you learn today? Correct. എനിക്ക് അത് എടുക്കാൻ പറ്റുമോ? Can I take that? Can I take that? Okay. അവൻ കുറച്ചു മുൻപ് പോയി. He left a while ago. അവൻ കുറച്ചു മുൻപ് പോയി. He left a while ago. Yes. ഞാൻ അത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. I bought it for you. I bought it for you.
ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. I was talking to him. Yeah, I was talking to him. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. Hmm. I will call you when I leave. Yeah, call you when I leave. Yeah. ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. I have been here before. ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. I have been here before. Yes, correct. അവൻ വീട്ടിൽ പോയോ? Did he go home? അവൻ വീട്ടിൽ പോയോ? Yeah, did he go home? Correct. ഞാൻ ചോദിച്ചിട്ട് പറയാം. I will ask and tell you. Yeah, the last answer. Correct. Okay. ഇത്രയേ ഉള്ളൂ മാം. അത്രയേ ഉള്ളൂ. Yes, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ നിങ്ങള് എൻവിറോൺമെന്റിനെ കുറിച്ച് നോക്കിയിട്ട് വരും കേട്ടോ. അന്വേഷിച്ച് നോക്കിയിട്ട് വരാം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും. പറയാനുള്ളതൊക്കെ പറയും. ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ നമുക്ക് അത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ഞാൻ മറന്നുപോലെ തന്നെ ഉറപ്പിക്കണം. Okay, ma'am. എല്ലാവരും നോക്കിയിട്ട് വാട്ടോ. ഓക്കെ, അപ്പൊ ചെയ്യാം. That's fine, please class. Thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you.